ഫോഗ് ലാമ്പ് ആഡ് ഓൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്കിലും നമുക്കൊരു SUV ഓടിക്കുന്ന ഒരു പ്രതീതിയും അല്ലെ SUVയുടേതായിട്ടുള്ള നമ്മളിപ്പോൾ ഇത് സിട്രോണിന്റെ ഷോറൂമിന്റെ ഫ്രണ്ടിലാണ്. നമ്മുടെ കൂടെ ഏറ്റവും പുതിയ സിട്രോൺ C3 ഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ വന്നിട്ടുണ്ട്. കുറേ അതായത് C3 ഇറങ്ങിയപ്പം കുറച്ച് പോരായ്മകളുണ്ടായിരുന്നല്ലോ, അതെല്ലാം മാറ്റിയിട്ട് കുറേ അപ്ഡേറ്റഡ് ഫീച്ചേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. എന്തായാലും നമ്മളിന്ന് ഡ്രൈവിന് എടുക്കുവാണ്. നമ്മുടെ ഇഗ്നീസ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നേരെ ഇപ്പോൾ ഡ്രൈവിന് എടുക്കാം. അപ്പം നമ്മൾ സിട്രോൺ C3 ഷൈൻ ഡ്രൈവിന് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിൽ ഇന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.2 ലിറ്റർ മോഡലാണ്, 5 സ്പീഡ് ട്രാൻസ്മിഷനാണ്. അതായത് ടർബോ ഉള്ള മോഡലല്ല, ടർബോ ഉള്ള മോഡലും അവൈലബിൾ ആണ്. അത് മാത്രമല്ല, നമുക്ക് സിട്രോൺ എന്ന ബ്രാൻഡിനെ പറ്റി നമുക്കെല്ലാം അറിയാവുന്നതാണ്. അത്യാവശ്യം കംഫർട്ട്, സേഫ്റ്റി, ബിൽഡ് ക്വാളിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പക്ക സേഫ്റ്റിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അപ്പം ഇവർ എന്തായാലും കഴിഞ്ഞ വട്ടം ഞാൻ റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു, C3 കണ്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമം തോന്നി. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയായിരുന്നു മാക്സിമം. എന്നാലും നമുക്ക് വേണ്ട ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും കാണാതെ വരുമ്പോഴത്തേക്കും നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എക്സ്ട്രാ ആക്സസറീസിൽ ഇപ്പോൾ അലോയ് വീൽസും ഫോഗ് ലാമ്പും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആക്സസറീസിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൈൻ മോഡലിൽ ഫോഗ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അലോയ് വീൽസ്. പിന്നെ കഴിഞ്ഞ വട്ടം പറഞ്ഞായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ORVMs ഇല്ല എന്നുള്ളത്. നമുക്ക് വേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതെന്തായാലും ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഓട്ടോ ഫോൾഡിങ് ഓപ്ഷൻ ഇല്ല, അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനേ ഉള്ളൂ. അതുപോലെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു സ്കിഡ് പ്ലേറ്റ് ആഡ് ഓൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫോഗർ പ്ലസ് വൈപ്പർ വന്നിട്ടുണ്ട്. അങ്ങനെ വേണ്ട നമുക്ക് പെട്ടെന്ന് വേണ്ട അത്യാവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് മാത്രമല്ല 56 കണക്റ്റഡ് ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ഓൺ, വേറെ ആക്സസറീസിൽ നമുക്ക് ആവശ്യമുള്ളത് ആഡ് ഓൺ ചെയ്യാൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ മെയിനായിട്ട് ഷൈനിൻ്റെ ഇത്രയും ഫീച്ചേഴ്സാണ് വന്നിട്ടുള്ളത്. എങ്കിലും ഒരു ചെറിയൊരു വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നും പറഞ്ഞായിരുന്നു, എനിക്കിതിൻ്റെ ക്ലസ്റ്റർ സൈഡ് എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കുറച്ചുകൂടെ ഈ ഒരു ബ്രാൻഡിൻ്റെ അടുത്തു നിന്ന് കുറച്ചുകൂടെ അടിപൊളിയൊരു ക്ലസ്റ്ററാണ് പ്രതീക്ഷിച്ചത്. എന്തായാലും വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ചെറിയൊരു ക്ലസ്റ്ററാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി സേഫ്റ്റി, കംഫർട്ട്, ബാക്കി കാര്യങ്ങൾ, സസ്പെൻഷൻ സൈഡ് ഒരു രക്ഷയില്ല. ഇപ്പോൾ ഇതൊരു ഹാച്ച്ബാക്ക് കാറാണ് എന്ന് എല്ലാവർക്കും അറിയാലോ. എങ്കിലും നമുക്കൊരു SUV ഓടിക്കുന്ന ഒരു പ്രതീതിയും അല്ലെ SUVയുടേതായിട്ടുള്ള ഒരു കംഫർട്ടും സ്പേസും വളരെ സ്പേഷ്യസ് ആണ്. ഇപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു കോമ്പറ്റീറ്റേഴ്സിന് ഇപ്പം ഇഗ്നിസ് ആണെങ്കിലും പഞ്ച് ആണെങ്കിലും ഒക്കെ എടുത്തു നോക്കുമ്പോഴത്തേക്കും ഇത്ര സ്പേസോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിലും അങ്ങനെയൊക്കെ കമ്പാരിസൺ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് എന്തുകൊണ്ടും കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. നോക്കി ഇതിൻ്റെയൊക്കെ ഒരു വീതി കണ്ടോ, ഒരു രക്ഷയില്ല. ഗംഭീരമായിട്ടുള്ള വീതിയിൽ നല്ലൊരു വളരെ ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ളൊരു ടെസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് AC വെൻസ് കാര്യങ്ങൾ, ഇതിൻ്റെ ഇൻറ്റീരിയർ പ്രസൻസ് കാര്യങ്ങളൊക്കെ വളരെ രസമായിട്ടുണ്ട്. AC-യുടെ സൈഡാണ് നോക്കുവാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള AC-യുടെ സ്വിച്ച് നോബ്സ് ഒക്കെയാണ് കേട്ടോ, വളരെ സിമ്പിളാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കും മേ ബി ഇവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. എന്നാലും നമുക്ക് ഇതിൻ്റെ എൻജിൻ ഭാഗങ്ങളൊന്ന് നോക്കാം. എൻജിൻ വരുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞായിരുന്നു പ്യൂർടെക് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു എൻജിനാണ്. 1.2 ലിറ്റർ. ഇത് നോർമൽ അതായത് ടർബോ ഇല്ലാത്ത മോഡലാണ്. ഏകദേശം 82 PS പവറും 115 Nm ടോർക്കും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ടർബോയിലേക്ക് വരുമ്പോഴത്തേക്കും ഗംഭീര പവറാണ് കേട്ടോ. അതായത് 110 PS പവറും 190 Nm ടോർക്കും വരുന്നുണ്ട്. മൈലേജ് ഏകദേശം 19.3 സംതിങ് ഒക്കെ ആ ഒരു റേഞ്ചിലേക്കാണ് മൈലേജും കിട്ടുന്നത്. അപ്പോൾ ഓവറോൾ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനിൽ നിന്ന് അത്രയും മൈലേജ് നമുക്ക് ഒരു സാധാരണ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യുമ്പോൾ വലിയൊരു കാര്യമാണ്. അപ്പം അങ്ങനെയായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്തായാലും ഈ ഒരു വാഹനത്തിന്. അപ്പോൾ ഈ ഒരു ഷൈൻ മോഡലിൽ കുറച്ചുകൂടെ ആഡ് ഓൺസ് ഉണ്ട്. അതായത് സേഫ്റ്റിയുടെ സൈഡും നമുക്ക് വേണ്ട കുറച്ച് ഫീച്ചേഴ്സ്. കാരണം ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ ലീസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിലിവർ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോള്, TPMS, പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, എൻജിൻ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ സിട്രോൺ കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ത്രൂ നമുക്ക് ഈ ഒരു വെഹിക്കിളിലെ ഫുൾ സ്റ്റാറ്റസും കാര്യങ്ങളും സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എല്ലാ വാഹനത്തിലും ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുമ്പോഴത്തേക്കും നേരത്തെ ഉണ്ടായിരുന്ന ഫീലിനെയും അല്ലെങ്കിൽ ലിവിനെയും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാത്ത അഫോർഡബിൾ റേറ്റിലേക്കാണ് പ്രൈസ് വന്നിട്ടുള്ളത്. പ്രൈസിങ് ഒന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഷൈൻ മോണോട്ടോൺ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 7,60,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഡ്യുവൽ ടോൺ ഓപ്ഷൻസും ഒരു 10 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഡ്യുവൽ ടോൺ ഓപ്ഷൻ ഉണ്ട്, ഇൻറ്റീരിയർ കളർ 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രൈസ് വരുന്നത് 7,60,000 രൂപയാണ് ഷൈൻ മോണോട്ടോൺ
ആ ഒരു മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും ഡ്രൈവ് ചെയ്യാൻ വേണ്ടി എടുത്തു. അപ്പോൾ ശരിക്കും ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി ഒന്ന് പറയാം കേട്ടോ. കാരണം ഞാൻ ഓർത്തത് ടർബോയ്ക്കായിരിക്കും, ഇപ്പോൾ ടർബോ ആണല്ലോ പൊതുവേ നമുക്ക് പെർഫോമൻസ് വെഹിക്കിൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു 1.2 ലിറ്റർ നോർമൽ പ്യൂർടെക് എഞ്ചിനാണെങ്കിലും പെർഫോമൻസ് അടിപൊളിയാണ് കേട്ടോ. ഇനിഷ്യൽ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അത്യാവശ്യം കാല് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇനിഷ്യൽ ആ ഒരു സ്റ്റേജിൽ കയറുന്നുണ്ട്. ഭയങ്കര രസമുണ്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ നമുക്കിപ്പോൾ അറിയാം സിട്രോണിൻ്റെ C3 ഇലക്ട്രിക് വന്നിട്ടുണ്ട്. ഏകദേശം 320ഒക്കെയാണ് അപ്രൂവ്ഡ് ആയിട്ടുള്ള റേഞ്ച്. എങ്കിലും ഒരു യൂസർ ഫീഡ്ബാക്കിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം ഒരു 250-260 ഒക്കെയാണ് റേഞ്ച് അപ്രോക്സിമേറ്റ് കിട്ടുന്നത്. അപ്പം അതും ഇപ്പോൾ ഇൻറ്റീരിയറും വണ്ടീൻ്റെ ഓവറോൾ ലുക്ക് വൈസും കാര്യങ്ങളൊക്കെ C3 ലുക്ക് തന്നെയാണ്. EVയുടെ കാര്യമാണ് കേട്ടോ പറയണേ. അപ്പോൾ ആ ഒരു ലുക്ക് തന്നെയാണ്. ആകെ ഇലക്ട്രിക് ആണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി ഒന്ന് ഷെയർ ചെയ്യാം. EVയിൽ കിട്ടുന്ന പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 57 PS പവറും 143 Nm ടോർക്കുമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞായിരുന്നു ഒരു 250 ഒക്കെ ആവറേജ് നമുക്കൊരു സിംഗിൾ ചാർജിൽ യൂസർ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് അത്ര റേഞ്ചോളം കിട്ടുന്നുണ്ട്. അതിൽ ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഹവറിനുള്ളിൽ ഫാസ്റ്റ് ചാർജിൽ ചാർജ് ആവുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ചാർജ് ചെയ്യുകയാണെങ്കിൽ 10.5 മണിക്കൂറാണ് ഫുൾ ചാർജ് ആവുന്നത്. ബാറ്ററി പാക്ക് വരുന്നത് 29.2 kWh ബാറ്ററി പാക്ക് ആണ് കേട്ടോ. ഇനിയിപ്പോൾ പ്രൈസിംഗ് ഒന്ന് പറയാം. പ്രൈസിംഗ് വരുമ്പോഴത്തേക്കും ബേസ് മോഡൽ വരുമ്പോഴത്തേക്കും 1,15,000 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്കും 12,43,000 ഒക്കെയാണ് എക്സ്ഷോറൂം പ്രൈസിൽ വരുന്നത് കേട്ടോ. സൈക്കിളിൻ്റെ വാറണ്ടി 3 വർഷമോ 1,25,000 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടറിൻ്റെ ഒരു വാറണ്ടി 1,00,000 കിലോമീറ്റർ 5 വർഷമുണ്ട്. ബാറ്ററിക്ക് 7 വർഷമോ 1,40,000 കിലോമീറ്റർ വാറണ്ടി കിട്ടുന്നുണ്ട്. ഓവറോൾ ഇങ്ങനെ ബാറ്ററി അതുപോലെ തന്നെ വണ്ടീൻ്റെ ഇപ്പോൾ വാറണ്ടി കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ശരിക്കും ആ ഒരു അഫോർഡബിൾ റേറ്റിലേക്ക് അത്യാവശ്യം ക്വാളിറ്റിയിലുള്ളൊരു SUV സ്റ്റൈലിംഗ് ഉള്ളൊരു ഹാച്ച്ബാക്ക് EV നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും EVയുടെ വിശേഷങ്ങൾ അത്രയൊക്കെയാണ്. എന്തായാലും നമുക്ക് സിട്രോൺ ഷൈൻ്റെ C3 ഷൈൻ്റെ കുറച്ച് ഔട്ട്ലുക്ക് കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞായിരുന്നു ഫോഗ് ലാമ്പ് ആഡ് ഓൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതെ നമുക്ക് അലോയ് വീൽസ് കാണാം. ഒരു ഡ്യുവൽ ടോൺ ടൈപ്പിലുള്ള അലോയ് വീൽസ് കാണാം. 180 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ശരിക്കും ഈ ഒരു SUVക്ക് കിട്ടുന്ന ടൈപ്പ് ഓഫ് ഒരു ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിനുണ്ട്. 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പക്ഷേ EVയിലേക്ക് വരുമ്പോഴത്തേക്ക് അത് 170 mm ഒന്ന് ഒരു 10 mm കുറയുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു പാക്കിൻ്റെ ഒരു കവറിങ് താഴത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടൊരു 10 mm കുറവ് വരുന്നുണ്ട്. അപ്പോൾ സിട്രോൺ C3 ഷൈൻ്റെ ഡീറ്റെയിൽസൊക്കെ കണ്ടല്ലോ. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അഫോർഡബിൾ റേറ്റിലേക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം ക്വാളിറ്റി സേഫ്റ്റി എല്ലാം കൂടെ വന്നിട്ട് നമുക്ക് സിട്രോണിൻ്റെ വെഹിക്കിൾസിൽ നിന്ന് കിട്ടി തുടങ്ങി. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതിൻ്റെ വാറണ്ടിയും കൂടെ ഒന്ന് പറയാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വാറണ്ടി 2 വർഷമോ അല്ലെങ്കിൽ 40,000 കിലോമീറ്ററോ ആണ് വാറണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവോ അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിക് വാഹനമാണെങ്കിലും C3 ഇലക്ട്രിക് ആണെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കൊച്ചിയിലെ സിട്രോണിൻ്റെ ഷോറൂമിലേക്ക് ചെന്നാൽ മതി. ഡീറ്റെയിൽസ് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു വിശേഷങ്ങളൊക്കെ മാക്സിമം ഒന്ന് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ഷെയർ ചെയ്യുക. വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.